ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഗേറ്റിൽ എക്സാം അപ്ലൈ ചെയ്യാൻ നേരത്തെ എപ്പോഴുമുള്ള കൺഫ്യൂഷനാണ് ഏത് സെക്കൻഡറി പേപ്പർ എടുക്കണം. എനിക്ക് അല്ലേ മെക്കാനിക്കലായിട്ട് എനിക്ക് ഇന്ന ബ്രാഞ്ച് പേപ്പർ എഴുതാൻ പറ്റുമോ, ഇങ്ങനൊരു ഡൗട്ട്സ് ഉണ്ട്. മെക്കാനിക്കലാവട്ടെ ഏതൊരു ബ്രാഞ്ചും ആവട്ടെ. അപ്പോൾ ഗേറ്റിന് നിങ്ങൾക്കൊരു പ്രൈമറി പേപ്പർ, നിങ്ങളുടെ കോർ ബ്രാഞ്ച് ഏതാണോ അതാണ് നിങ്ങളുടെ പ്രൈമറി പേപ്പർ. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ബ്രാഞ്ചിൻ്റെ സെക്കൻഡറി പേപ്പർ എടുക്കാം. വേറെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അല്ല, IITs പറഞ്ഞ ഇല്ല സ്പോട്ട് ചെയ്തേക്കുന്ന സ്പെസിഫിക് ബ്രാഞ്ചുകളുണ്ട്, അതിൽ ഏതെങ്കിലും എഴുതാം. അപ്പോൾ അത് എഴുതാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഹയർ ഫീൽഡുള്ള മീൻസ് ഹയർ സ്റ്റഡീസോ ഇല്ല അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോലിക്കോ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗേറ്റ് 2025 2 പേപ്പർ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതിലെ മെയിൻ ബ്രാഞ്ചുകൾ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. റൗണ്ട് 30ഓളം പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ബ്രാഞ്ചിന് എഴുതുന്നില്ല, എന്നാലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോർ പേപ്പർ എടുക്കാൻ നേരത്തെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേപ്പർ നമുക്ക് നോക്കാം. ഇപ്പോൾ സിവിലുകാർ, ഫസ്റ്റ് ഓഫ് ഓൾ സിവിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ എഴുതുമ്പോൾ അത് നിങ്ങളുടെ പ്രൈമറി പേപ്പറാണ്. സോ പ്രൈമറി പേപ്പറാണ് സിവിൽ. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ സെക്കൻഡറി പേപ്പറിൻ്റെ കോഡുകളാണ് ഇവിടെ വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതാം, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതാം, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതാം, അതേപോലെ എൻവയറമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതാം, പിന്നെ ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിമിലർലി എഞ്ചിനീയറിംഗ് സയൻസ് ഉണ്ട്. അപ്പോൾ സിവിൽ പ്രൈമറി പേപ്പർ എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെക്കൻഡറി പേപ്പർ എടുക്കാം. അപ്പോൾ ചില കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ ഏത് സെക്കൻഡറി പേപ്പർ എടുക്കണം, ഏതെടുത്താൽ നന്നാവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുക അല്ലേ. ഒരു കുട്ടിക്ക് എടുക്കുന്ന രീതി ആയിരിക്കില്ല മറ്റേ കുട്ടിക്ക്. ചില കുട്ടികൾ ജിയോമാറ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്തില്ല, ചില കുട്ടിക്ക് എയറോസ്പേസിൽ ഹയർ സ്റ്റഡീസ് പോകാനായിരിക്കും, ചിലവർക്ക് നേവൽ ആർക്കിടെക്ചർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിൻ്റെ സിലബസ് നോക്കുക, ഈ സെക്കൻഡറി പേപ്പറിൻ്റെ സിലബസ് നോക്കുക. നിങ്ങൾ കംഫോർട്ടബിൾ ആണോ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പർ എടുക്കുക. ഓക്കെ, അപ്പോൾ എടുക്കണതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുകാർ നോക്കിയാലും CS നിങ്ങളുടെ പ്രൈമറി പേപ്പർ ആണെങ്കിൽ സെക്കൻഡറി നിങ്ങൾക്ക് എന്താ ഡാറ്റാ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആരുടെ പേപ്പർ എഴുതാം, ഇല്ല ജിയോമാറ്റിക്സ് എഴുതാം, അതേപോലെ മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, സ്റ്റാറ്റിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡറി പേപ്പർ വരുന്നത്. പിന്നെ നമ്മൾ പോണ മെയിൻ ഒരു ബ്രാഞ്ചാണ് എന്ത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് വേണമെങ്കിൽ എന്താ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പേപ്പർ എഴുതാം. അതല്ലെങ്കിൽ എന്താ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുണ്ട്. ഇല്ലേ ഇലക്ട്രിക്കലുകാരുടെ പേപ്പർ എഴുതാം, ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പേപ്പർ എഴുതാം, ഫിസിക്സ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഒരു 5 കോമ്പിനേഷൻ ഓഫ് സെക്കൻഡറി പേപ്പർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, ആ ഒരു ഫീൽഡിലുള്ള ഹയർ സ്റ്റഡീസോ ജോലിക്കോ ട്രൈ ചെയ്യാനായിട്ട്. സിമിലർലി നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് നമ്മൾ നോക്കണമെങ്കിൽ കുറച്ചും കൂടി കുറവാണ്. ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ പേപ്പർ എഴുതാം, ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പേപ്പർ എഴുതാം, ഫിസിക്സ്. 4 സെക്കൻഡറി പേപ്പേഴ്സാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താ സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി സിമിലർലി നമ്മൾ നോക്കാൻ നേരത്ത് അടുത്തൊരു ബ്രാഞ്ചാണ് നമ്മുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്, മെക്കാനിക്കലുകാർ അല്ലേ. മെക്കാനിക്കലുകാർക്ക് എഴുതാൻ പറ്റിയ സെക്കൻഡറി പേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, എയറോസ്പേസിൻ്റെ പേപ്പർ എഴുതാം. അതേപോലെ തന്നെ എന്താ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സിമിലർലി എന്താ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കലുകാർക്ക് വേണമെങ്കിൽ എന്താ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പേപ്പർ എഴുതാം. പിന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതാം. പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ, പിന്നെ എഞ്ചിനീയറിംഗ് സയൻസ്. ഇത്രയും പേപ്പർ, ഒരുപാട് പേപ്പർ, ഒരു 6ഓളം പേപ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. കോമൺലി ആൾക്കാർ സെലക്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സയൻസ് ഒക്കെയാണ്, കാരണം നിങ്ങൾക്ക് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് 2 കോർ സബ്ജക്റ്റും കൂടി എടുത്താൽ മതി. മെക്കാനിക്കലുകാർക്കാണെങ്കിൽ എയറോസ്പേസ് എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് 2 സെറ്റ്. സിമിലർലി ഓരോന്ന് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എടുക്കണതിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏതെടുത്താലാണ് ബെറ്റർ വേ, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, ഏത് രീതിയിലെന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം, നമ്മൾ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാം. സിമിലർലി ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്കും അതേപോലെ ഉണ്ട്. ഞങ്ങളുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കാണാം. സോ ഇതുവരെയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ ഉടനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതും 1 തന്നെ പ്രിപ്പയർ ചെയ്യുക ആൻഡ് ക്രാക്ക് ഗേറ്റ് 2025. സോ സീ യു നെക്സ്റ്റ് സെഷൻ.